ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കും ജന്മിത്തത്തിനുമെതിരെയുള്ള കയ്യൂർ സമരത്തെ ആരും മറന്നു കാണില്ല. അന്ന് ആ സമരത്തിൽ പൊലിഞ്ഞത് 4 ജീവനുകളാണ്. കയ്യൂർ രക്തസാക്ഷിത്വത്തിന് ഇന്ന് 81 വയസ്സ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമര ചരിത്രത്തിലെ അവിസ്മരണീയമായ സംഭവങ്ങളാണ് കർഷകരെ ആക്രമിച്ച പോലീസുകാരന്റെ മരണവും തുടർന്നുണ്ടായ പോലീസിന്റെ നരനായാട്ടും. അന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട അപ്പുവും ചിരുകണ്ഠനും അബൂബക്കറും കുഞ്ഞമ്പു നായരും കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ടു. എന്നാൽ പ്രായപൂർത്തിയായില്ലെന്ന കാരണത്താൽ കൃഷ്ണൻ നായരെ ജീവപര്യന്തത്തിന് തടവിന് ശിക്ഷിക്കുകയായിരുന്നു. കേരളത്തിലെ സമരചരിത്രത്തിലെ താളുകൾക്കും മണ്ണിനും കാറ്റിനുമുണ്ട് കയ്യൂർ സമരസേനാനികളുടെ രക്തത്തിന്റെ മണം. ജന്മി നാടുവാഴിത്തത്തെയും സാമ്രാജ്യത്വത്തെയും വിറപ്പിച്ച മുദ്രാവാക്യങ്ങൾ ഇന്നും കയ്യൂരിന്റെ ഓളങ്ങളിൽ അലയടിക്കുന്നുണ്ട്. 8 പതിറ്റാണ്ട് മുൻപുള്ള സമര പോരാട്ടങ്ങൾക്ക് തേജസ്വിനി പുഴ സാക്ഷിയായിരുന്നു. അന്ന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള പ്രദേശമായിരുന്നു കയ്യൂർ. ജന്മിമാരുടെ ചൂഷണം വർദ്ധിച്ചതോടെയാണ് കർഷകർ പലയിടങ്ങളിലായി സംഘടിച്ചു തുടങ്ങിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷക്കാർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപവൽക്കരണം കർഷക കൂട്ടായ്മകൾക്ക് കരുത്താവുകയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് സമര നാളുകളായിരുന്നു. സോഷ്യലിസ്റ്റ് നേതാക്കളായ പി കൃഷ്ണപിള്ള, AKG, കോൺഗ്രസ് നേതാവ് TS തിരുമുൻപ് തുടങ്ങിയവർ കർഷകരെ സംഘടിപ്പിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി കർഷക സമരങ്ങളും സംഘടിപ്പിച്ചു. തുടർന്നുണ്ടായ ചരിത്രപരമായ സമരമാണ് തൂക്കുകയറിൽ എത്തിച്ചേർന്നത്. 4 രക്തസാക്ഷികളെ കൂടാതെ അന്ന് സമരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന നായനാർ ഒളിവിൽ പോയതിനെ തുടർന്ന് പിടികൂടാനായില്ല. 60 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും മറ്റ് 5 സേനാനികൾക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. കയ്യൂർ സമരസേനാനികളുടെ ജീവൻ രക്ഷിക്കുന്നതിനായി ഇംഗ്ലണ്ടിൽ പ്രീവി കൗൺസിലിന് മുൻപാകെ അപ്പീൽ സമർപ്പിച്ചെങ്കിലും തീരുമാനം മാറ്റാൻ സാമ്രാജ്യത്വ ഭരണകൂടം തയ്യാറായില്ല. തുടർന്ന് 1943 മാർച്ച് 29-ന് കയ്യൂർ സമരസേനാനികളെ തൂക്കിലേറ്റുകയായിരുന്നു. റിസർച്ച് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.